അത് ക്ലിയർ അല്ലേ? അപ്പൊ ഈ അമ്പലത്തിന്റെ ഇതില്ല, ഇതിലില്ല, നമ്മളെ ഫോണിലില്ല. सर्वाक्षरेभ्यो नमः ओम सर्वायुधेभ्यो सर्वदैवाभ्यो नमः ओम हरे नमः ओम सर्वाक्षरेभ्यो नमः ओम सर्वायुधेभ्यो नमः एकदन्ताय विद्महे भववक्रतुण्डाय धीमहि तन्नो दन्ति प्रचोदयात्। ओम गुरुभ्यो नमः गणपति नमः ओम मूलप्रकृति नमः ओम हरिओमाय नमः अनन्ताय नमः ओम प्रतिज्ञां गन्धं कल्पयामि। गुरुभ्यो नमः गणपति सुधाय विद्महे शूलहस्ताय ओम अवाहिरा ओम रुद्रसुधाय विद्महे सर्वाक्षरेभ्यो नमः ओम सर्वायुधेभ्यो नमः सर्वदैवाभ्यो नमः ओम हरे नमः ओम सर्वाक्षरेभ्यो नमः ओम सर्वायुधेभ्यो नमः सर्वद्वारायुधेभ्यो नमः बृहस्पति भद्राय ध्यामिदं ओम प्राणाय स्वाहा ओम प्राणाय स्वाहा ओम प्राणाय स्वाहा प्राणाय स्वाहा ओम इंद्रे यत्तदा मुंडीवायाहि श्यामलेशया नानदाय ध्यानाय നമസ്തേ നമസ്തേ. അപ്പോ പിന്നെ ഇവിടെ ഏതെല്ലാം മൂർത്തികളുണ്ട്?
ഇവിടെ ഇപ്പോ നമ്മള് പ്രധാനപ്പെട്ടത് ആരാധിച്ചു വരുന്ന ഒന്ന് കുരിക്കിലാൽ ഭഗവതി ക്ഷേത്രം വരദായിനി രൂപം. ഇവിടെ ശക്തിയാണോ അല്ലെങ്കിൽ അല്ലല്ല ഉത്തമ മാർഗത്തിലാ? ഉത്തമം ശാക്തക്രിയകളൊന്നും ഇവിടെയില്ല. ഈ ഭാഗത്തില്ല. നാഗണ്ടല്ലോ, അതുകൊണ്ട് അല്ലേ? അതുകൊണ്ട് ഉത്തമക്രിയകൾ മാത്രം. ഗണപതി 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 ഈ കന്നിമൂല ഗണപതി. കന്യമൂല. അത് കഴിഞ്ഞിട്ട് ഗുളികൻ. ഇവിടെ ഗുളികൻ സ്ഥാനം ഇരിക്കുന്നത് അല്ലേ? ഇത് മാറ്റണം. അതെ അതെ, മാറ്റി ഇവിടെ സ്ഥാനം വെച്ചു. അതെ അതെ, സാധനം അപ്പുറത്താത്തല്ലേ വരിക? കണിപ്പയിൽ കുത്തിയടിച്ച് പോയതാണല്ലേ? നവഗ്രഹങ്ങളും ഉണ്ട്, അത് ആ മൂലക്ക വരിക. അപ്പോ പിന്നെ നാഗങ്ങള് അഷ്ടാംഗങ്ങളും. നാഗങ്ങള് നമുക്ക് ഇവിടെ വന്നപ്പോൾ ഇവിടെ അനുഭവപ്പെട്ടത് മണ്ണാർശാലയിലും അതുപോലെ കളകാട്ടിയിലെത്തും പോയ ഒരു ഫീലാണ്, അന്തരീക്ഷം. കാരണം വെച്ചാൽ അടുത്തതിനേക്കാളും കൂടുതൽ. കാരണം ഇപ്പം പിന്നെ നമ്മളെ മണ്ണാർശാല പറ്റി ഇപ്പം പണ്ടത്തെ കാടൊന്നുമില്ല, എല്ലാം വെട്ടിനെത്തി കഴിഞ്ഞു. ബിൽഡിംഗ് അവര് കച്ചവട കേന്ദ്രമായി മാറി. ഇടിയുണ്ട്. ഇവിടെ നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ആ ഒരു ഫീൽ അനുഭവപ്പെടുന്നുണ്ട്. ആ ക്ഷേത്രം ഒരാള് ഉണ്ടാക്കിയതാണ്, തലശ്ശേരിയില്ല അല്ലേ? എല്ലാം പ്രതിഷ്ഠ അടക്കം. അല്ല, അത് അയാളെ ചെയ്ത മനസ്സ് അത് കാണാനുണ്ട്. അദ്ദേഹത്തിന് വളരെ ഉയർച്ച ഉണ്ടായി. കാളസർപ്പ യോഗം പറഞ്ഞുണ്ടായിരുന്നു. അപ്പൊ ഇത് എക്കാലം അങ്ങനെ കാളസർപ്പയോഗത്തെ അങ്ങനെ ചെയ്യണ്ടേ. എന്താണ്, നമ്മൾ മരിച്ചാലും നമ്മളെ വക അവിടെ വന്ന് ആരാധിക്കാനുള്ള കഴിവ് നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ എല്ലാ കാലത്തും നശിക്കൂല, അത് നശിക്കാത്തതല്ലേ. ക്ഷേത്രം ഉണ്ടാവും, നമ്മൾ എത്ര കാലം നിൽക്കുന്നു അത്ര കാലത്ത് അവിടെ തന്നെ വന്ന് പ്രാർത്ഥിക്കാനും നാഗങ്ങളെ തൊഴാനൊക്കെ അവസരം ഉണ്ടല്ലോ. പിന്നെ രണ്ടാമത് പിന്നെ എന്താ ഉള്ളത്? പിന്നെ ഇവിടെ കിരാതമൂർത്തി രൂപത്തിലുള്ളതാണ് അത്. ഒരു മലക്കാരി ശിവൻ തന്നെയാണ്, ശിവാംശം. പിന്നെ അതിന്റെ അപ്പുറത്തുള്ള 1-2 മൂർത്തികളുണ്ട്. അത് നമ്മളായിട്ട് കൂടുതൽ ബന്ധമില്ല. അത് കുറിച്യ സമ്പ്രദായക്കാർ ചെയ്യുന്നതാണ്. അതിന്റെ പേരെന്താ? മലക്കാരി നമുക്കറിയാം, മറ്റേ കുറെ 2-3 ഉണ്ട്. നിങ്ങൾ കർമ്മം ചെയ്യല്ലേ? നമ്മളാ ഭാഗത്തേക്ക് അത് അവര് ചെയ്യുന്നത്. അവര് കുലപരമായിട്ട് ചെയ്യുന്ന അവരെ ആചാരപ്രകാരം ഗോത്ര സമുദായത്തിന്റെ ആണ്. നമുക്കത് ഒന്നുമില്ല, അങ്ങോട്ട് പോണ്ട കാര്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നാഗം കഴിഞ്ഞു, ഇതും കഴിഞ്ഞു. പിന്നെ അങ്ങ് കുറേ അങ്ങോട്ട് ഒരു ദേവതയും കൂടെ അങ്ങ് കണ്ടിരുന്നല്ലോ, അതും അവര് തന്നെ. അത് ഗുരുമുത്തപ്പൻ ഇറക്കത്തിലുള്ള അവിടെ ചെയ്യുന്നത് അല്ലേ? നമുക്ക് നിങ്ങളെ റൂട്ടിൽ നിന്ന് മെയിൻ റൂട്ടിൽ നിന്ന് കയറിയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു വളവ് വളയുമ്പോൾ അങ്ങോട്ടാ ശരിക്കും ഫീൽ ചെയ്തത്. കാരണം ഇടത്തിനേക്കാളും ഫീൽ ചെയ്തത് ആടിയാണ്, നാഗത്തിന്റെയാണ്. അപ്പം അങ്ങോട്ടാ ഫസ്റ്റ് നോക്കി പോവാം. പക്ഷെ അവിടെ അങ്ങനെ ഒന്നുണ്ടെന്ന് ആർക്കും തോന്നുന്നില്ല. പക്ഷെ എന്തോ നമ്മളൊന്ന് ബെൽച്ച് അങ്ങോട്ട് നോക്കുന്ന പോലെ നോക്കി പോകും. അതാണ് ആകർഷിക്കുന്നതാണ് ആ ട്രെയിനിങ്ങിനെടുക്കും. ഇപ്പൊ നമ്മള് എത്ര മണിക്കൂറായി ഇവിടെ വന്നിട്ട് എത്ര സമയം ഷൂട്ട് ചെയ്യുന്നത്? നിങ്ങൾ കണ്ടില്ലേ, രാവിലെ വന്ന് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയതാ 10 മണിക്ക് ഇല്ലേ? അപ്പം ആ സമയം മുതൽ ഈ സമയം വരെ ഒരു ക്ഷീണമോ കാര്യങ്ങളൊന്നുമില്ല. പ്രത്യേകത പിന്നെ അങ്ങേ പറ്റിയിട്ട് വേറെ 2-3 വാക്കുകൾ ഞാൻ കേട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് കൃത്യമായിട്ട് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ അതിന് ലക്ഷണം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവർക്ക് മനസ്സിന് ശാന്തിയും സമാധാനവും സന്തോഷവും നൽകുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അത് അങ്ങനെ ഒന്ന് കേട്ടപ്പം നമുക്കും അത് നിങ്ങളെ കാണണമെന്നും നിങ്ങളെ ചിത്രീകരിക്കണം നമുക്ക് തോന്നി. അത് നല്ല കാര്യം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവീൻ്റെ ഒരു അനുഗ്രഹം അത്. കാരണം എന്നെക്കാളും എത്രയോ നേരത്തെ വന്നിട്ട് കർമ്മം ചെയ്യുന്ന ആളാണ്. ഈ സമയം ഒരു ക്ഷീണത്തോടും ഒന്നുമില്ലാതെ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ ഇത്ര സമയം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അമ്മേന്റെ അനുഗ്രഹമാണ്. അത് തരുന്നോണ്ടാണ്, അതെ, കൊണ്ടുപോകുന്നോണ്ട് മാത്രം. അതെ. അതുമല്ല മാത്രമല്ല ഒത്തിരി പേര് ഞാൻ വഴിക്കുന്ന തന്നെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെയ്ത കർമ്മത്തിന് പൂർണ്ണ ഫലമാണെന്ന് കേട്ടിട്ടുണ്ട്. സന്താനങ്ങളൊക്കെ നമ്മൾ ഉരുളി കമത്തുണ്ട്. അതെ അതെ, സന്താനായ മലർത്തിയിട്ട് ഇവിടുന്ന് ചോറ് കൊടുക്കണം. എത്ര സാധാരണ എല്ലാ ഞായറാഴ്ച നല്ല ആളുണ്ടാവില്ലെന്ന് പറഞ്ഞിട്ട് ഇച്ചിരി അന്തരീക്ഷം തിരക്കുണ്ടാവും. അതെ അതെ, പല പല സാഹചര്യമല്ലേ. പേര് പറയും, പേര് പറയും. കൃഷ്ണൻ നമ്പൂതിരി, വടക്കേ കോർമംഗലം. ശരി, നല്ല നമസ്കാരം. കാണാം. നമസ്കാരം. വീണ്ടും കാണാം.